ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ 9ാം പാദത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവയവങ്ങളുടെ പേരുകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐബ്രോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഐബ്രൗ എന്ന് തിരുത്തി കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഐബ്രോ അല്ല, ഐബ്രൗ. ഇന്ന് നമ്മൾ നോക്കുന്നത് കളക്റ്റീവ് നൗൺസ്, അതിൻ്റെ നിർവചനവും ഉദാഹരണങ്ങളും ഇനിയും നിങ്ങൾ അശരീരി പോലെ കേൾക്കുന്നതായിരിക്കും. കാരണം ഞാൻ ഈ സ്ക്രീനിൽ നിന്ന് മാറുന്നു, കൂടുതൽ സ്പേസ് സ്ക്രീനിൽ ആവശ്യമായി വരുന്നതുകൊണ്ട്. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാമൂഹിക നാമം അല്ലെങ്കിൽ സർവനാമം. A collective noun is a word that refers to a group of people, animals or things as a single unit. ഒരു കൂട്ടം ആളുകളെയോ മൃഗങ്ങളെയോ പക്ഷികളെയോ വസ്തുക്കളെയോ ഒരൊറ്റ യൂണിറ്റായി സൂചിപ്പിക്കുന്ന പദമാണ് സാമൂഹിക നാമം അല്ലെങ്കിൽ സർവനാമം. നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം എനിക്ക് രസകരമായി തോന്നിയ ഒരു കളക്റ്റീവ് നൗണാണ് മീനിനു വേണ്ടി ഉപയോഗിക്കുന്ന മീൻ, ഫിഷ്. ഫിഷിൻ്റെ കൂട്ടത്തെ മനുഷ്യരാണെങ്കിൽ നമുക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. എന്നാൽ മീനുകളുടെ കൂട്ടത്തെ പറയുന്നത് എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ്. എ സ്കൂൾ ഓഫ് ഫിഷ്, നമ്മുടെ സ്കൂൾ തന്നെ, SCHOOL. അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ട് ഷോൾ, SHOAL. എന്നാൽ മറ്റ് ജലജീവികളെ എ സ്കൂൾ ഓഫ് എന്ന് ഉപയോഗിക്കുന്നില്ല. ഉദാഹരണത്തിന് എ സ്കൂൾ ഓഫ് ഡോൾഫിൻസ്, എ സ്കൂൾ ഓഫ് വെയിൽസ് എന്നൊന്നും പറയാറില്ല. കാരണം അവ സസ്തനികളാണ്, മാമൽസ്. അങ്ങനെ ഡോൾഫിൻസ്, വെയിൽസ്, തിമിംഗലം, സീൽ, നീർനായ, ഇവയൊക്കെ എ പോഡ് ഓഫ് ഡോൾഫിൻസ്, എ പോഡ് ഓഫ് വെയിൽസ്, എ പോഡ് ഓഫ് സീൽസ് എന്നാണ് പറയാറുള്ളത്. POD, പോഡ്. നായ്ക്കളെ ഡോഗ്സ്, എ പാക്ക് ഓഫ് ഡോഗ്സ്, PSCK. പൂച്ചകൾ കാറ്റ്സ്, എ ക്ലൗഡ് ഓഫ് കാറ്റ്സ്, CLOWDER, ക്ലൗഡർ ഓഫ് കാറ്റ്സ്. പട്ടിക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ, കിറ്റൻസ് ആൻഡ് പപ്പീസ്, ഇവയെ ലിറ്റർ എന്നാണ് പറയുന്നത്. LITTER. LITRE എന്ന് ഉള്ള വാക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അത് നമ്മൾ ലിറ്റർ ഓഫ് അളവ് എടുക്കുന്നത്. പൂച്ചക്കുട്ടികൾക്ക് ലിറ്റർ എന്ന് മാത്രമല്ല, എ കിൻഡിൽ ഓഫ് കിറ്റൻസ് എന്നും പറയും. കിൻഡിൽ, KINDLE, കിൻഡിൽ ഓഫ് കിറ്റൻസ് എന്നും പറയും. കിൻഡിലിന് മറ്റൊരർത്ഥമുണ്ട്, തിരി കൊളുത്തുക, തീ കത്തിക്കുക എന്നും. പശുക്കൾ, കൗസ്, എ ഹേർഡ് ഓഫ് കൗസ്, HERD, എ ഹേർഡ് ഓഫ് കൗസ്. വേറൊരു ഹേർഡുണ്ട്, HEARD. അത് ഹിയർ, HEARൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. കേട്ടു, കേൾക്കുക, കേട്ടു. ഇവിടെ ഒരു കൂട്ടത്തെ കാണിക്കുന്നതാണ് HERD. ആടുകൾ, ഗോട്ട്സ്, GOATS, എ ട്രൈബ്, TRIB, അല്ലെങ്കിൽ ഹേർഡ്, HERD ഓഫ് ഗോട്ട്സ്. കന്നുകാലികളെ, പശുക്കളുടെ കൂട്ട്, എ ഹേർഡ് ഓഫ് കാറ്റിൽ, HERD. ആനകൾ, എ ഹേർഡ് ഓർ
a parade, P-R-A-D-E, of elephants. തേനീച്ചകൾ, bees. A swarm, S-W-A-R-M, swarm. Swarm എന്ന് പറഞ്ഞാൽ കൂട്ടം, സംഘം എന്നൊക്കെയാണ്. A swarm of bees. വേറൊരു സ്വാം ഉണ്ട്, SWAM, അത് swim, നീന്തുക, അതിൻ്റെ past tense ആണ്. ഇത് SWAR, a swarm of bees. Lion, സിംഹം, എ പ്രൈഡ് ഓഫ് ലയൺസ്, PRIDE. പ്രൈഡിന് വേറൊരർത്ഥമുണ്ട്, എന്തോ അഹങ്കാരം. ഇത് പ്രൈഡ് ഓഫ് ലയൺസ്. ടൈഗേഴ്സ്, കടുവ. എ സ്ട്രീക്ക് അല്ലെങ്കിൽ ആൻ ആംബുഷ് അല്ലെങ്കിൽ എ ഹൈഡ്, HID, ഓഫ് ടൈഗേഴ്സ്. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുപാടനുസരിച്ച് ആ നിറത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്, അതിനായി സ്ട്രീക്ക് എന്ന് പറയാം. ലെപ്പേർഡ്സ്, പുള്ളിപ്പുലി. എ ലീപ്പ്, LEAP, ലീപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നുള്ള അർത്ഥമാണ്. എ ലീപ്പ് ഓഫ് ലെപ്പേർഡ്സ്. ചീറ്റാസ് എന്നും പറഞ്ഞൊരു മൃഗമുണ്ട്, അതിന് അമേരിക്കൻ കടുവ എന്നൊക്കെ പറയും. എ കോയലിഷൻ ഓഫ് ചീറ്റാസ് എന്നാണ് ഉപയോഗിക്കുന്നത്. COALITION, കോളിഷൻ. അതിന് മലയാളത്തിൽ സമ്മേളനം, കൂട്ടുകക്ഷി സമ്പ്രദായം എന്നൊക്കെയുണ്ട്. പല പാർട്ടികൾ ചേർന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ എ കോളിഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് ഉണ്ട്, അതാണ് കോളിഷൻ. എ കോളിഷൻ ഓഫ് ചീറ്റാസ് എന്നാണ് ഇതിൻ്റെ സർവനാമം. കുരങ്ങ്, എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, TROOP. ബഫല്ലോ, പോത്ത് അല്ലെങ്കിൽ എരുമ. എ ഗാങ്, GANG, എ ഗാങ് ഓഫ് ബഫലോസ്. ഉറുമ്പുകൾ, എ കോളനി ഓഫ് ആൻസ്, ANTS. പക്ഷികൾ, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. പൊതുവെ പക്ഷികളെ അങ്ങനെ പറയാം, FLOCK. കാക്കകൾ, എ ഫ്ലോക്ക് അല്ലെങ്കിൽ എ ഹോർഡ്, HORD, അല്ലെങ്കിൽ മർഡർ, MURDER, ഓഫ് ക്രോസ്. മർഡർ എന്നുള്ളത് നിങ്ങൾക്കറിയാം, കൊല ചെയ്യുന്നതിനാണ് മർഡർ എന്ന്, കൊലപാതകത്തിനാണ് മർഡർ എന്ന് പറയാം. ചുറ്റുപാടും ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി നമ്മളെ ഒരുമാതിരി കൊല ചെയ്യുക ഇത് ചെയ്യുന്നത്, ആ അർത്ഥത്തിലാണെന്ന് തോന്നുന്നു ഇതിനെ മർഡർ ഓഫ് ക്രോസ് എന്ന് പറയുന്നത്. എ ഫ്ലോക്ക് അല്ലെങ്കിൽ എ ഹോർഡ് അല്ലെങ്കിൽ എ മർഡർ ഓഫ് ക്രോസ്. കോഴികൾ, എ ഫ്ലോക്ക് ഓഫ് ചിക്കൻസ്, FLOCK. പാരറ്റ്സ്, തത്തകൾ, എ പാൻഡിമോണിയം ഓഫ് പാരറ്റ്സ്. പാൻഡിമോണിയം എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലം, ബഹളം എന്നൊക്കെയാണ്. എ പാൻഡിമോണിയം ഓഫ് പാരറ്റ്സ്. കാക്കയ്ക്കും അങ്ങനെ പറയാമെന്ന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എനിക്ക് വലിയ നിശ്ചയമില്ല. ഔൾസ്, മൂങ്ങ, എ പാർലമെൻറ്റ് ഓഫ് ഔൾസ് എന്നാണ് പറയുന്നത്. മൂങ്ങകളുടെ കൂട്ടത്തെ എ പാർലമെൻറ്റ് ഓഫ് ഔൾസ്. കഴുകൻ, ഈഗിൾസ്, എ കോൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ്. എ കോൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ്. കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്, യോഗം, സമാജം, ബിരുദദാന സമ്മേളനം ഒക്കെ. കപ്പലുകൾ, ഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ബോട്ടുകൾ, ബോട്ട്സ്, എ ഫ്ലീറ്റ് ഓഫ് ഫ്ലോറ്റില ഓഫ് ബോട്ട്സ്, FLOTILLA, ഫ്ലോറ്റില ഓഫ് ബോട്ട്സ്. കാർട്സ്, ചീട്ട്, എ ഡെക്ക് അല്ലെങ്കിൽ എ പാക്ക് ഓഫ് കാർട്സ്. എ ഡെക്ക്, DECK, അല്ലെങ്കിൽ എ പാക്ക് ഓഫ് കാർട്സ്. പർവ്വതങ്ങൾ, എ റേഞ്ച് ഓഫ് മൗണ്ടൻസ്, RANGE, എ റേഞ്ച് ഓഫ് മൗണ്ടൻസ്. ബനാനാസ്, എ ബഞ്ച് ഓഫ് ബനാനാസ്. റോബേഴ്സ്, കള്ളന്മാർ, തസ്കരൻ, എ ഗാങ് ഓഫ് റോബേഴ്സ്. മ്യൂസിഷ്യൻ, സംഗീതവുമായി ബന്ധപ്പെട്ട ആരും, എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്.
BAND, a band of musicians. റൂമേഴ്സ്, കിംവദന്തി, കേട്ടുകേഴ്വി എന്നുള്ള അർത്ഥം. എ നെസ്റ്റ് ഓഫ് റൂമേഴ്സ്, NEST, എ നെസ്റ്റ് ഓഫ് റൂമേഴ്സ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.